ഇനി മുതൽ നമ്മൾ നല്ല വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പൈസ വരും. ഇനി യൂട്യൂബിലാണ് വീഡിയോ ഇടാൻ പോണത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ്. ഈ ഫോൺ ഇങ്ങോട്ട് പിടിച്ചാണ്, ഫോൺ പിടി, ഇങ്ങനെ പിടി, അങ്ങനെ പിടി. ഹലോ ഗെയ്സ്, ഹലോ ഗെയ്സ്. ഇതിന്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് യൂട്യൂബിൽ സബ്സ്ക്രൈബ് വേണം. എനിക്ക് പൈസ നല്ല പൈസ എന്നെ ഇതുവരെ മടങ്ങിയാക്കിയിട്ടില്ല. എനിക്ക് ഉടവുള്ള കാര്യങ്ങൾ പറയാൻ ആമ്പിള്ളരുണ്ട്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ എന്താണ് പറയാനുള്ള എനിക്ക് രൂപ കിട്ടണം. ഇത്രയും നാൾ കിടന്ന പീച്ചയില് ഒരു പറയില്ല. എല്ലാരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണേ. എന്നെ നോക്കല്ലേ, അതിൽ നിന്റെ നോക്കാൻ തൂങ്ങി കിടക്കണ. ഞാൻ അതിൽ നോക്കി തന്നെ പറയണോ പയ്യില്. തമാശ ഞാനും അല്ല, ഇനി തമാശ ഒന്നുമില്ല, കാര്യമാക്കി തന്നെ ഞാനും. എനിക്ക് എല്ലാ പേരും എന്റെ ഒരു സപ്പോർട്ട് ചെയ്യണ്ടേ. എന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിന്നെ അല്ല എന്റെ അമ്പത്തിന്റെ ചേരിയെ നോക്കണം. പോകാണ്ട് നിങ്ങൾ ഞാൻ പറയണത് നല്ലോണം പറഞ്ഞ പൈസ വേണോ? പൈസ വേണം. ഇങ്ങോട്ട് കൈയ്യോട്ട്. എനിക്ക് വേണ്ട കല്യാണത്തിന് നിന്റെ കല്യാണത്തിന് മുമ്പായി എവർക്ക് പ്രാന്ത്. ഞാൻ പാക്കൊന്നും എടുത്തില്ല. ഇല്ല പാക്ക് എന്റെ ഇല്ലെന്ന്. പിന്നെ ഇവിടെ പാക്ക് എവർക്ക് പ്രാന്ത്. അയ്യോ, പാക്ക് പോട്ട് ഒരു പാക്കിലെ പാക്ക് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചു തരാം. എനിക്കിപ്പോ ആരും ഇവിടെ വാങ്ങിക്കണ്ട. ഉപ്പർ ഇട്ടോണ്ട് പോകണമെങ്കിൽ എനിക്ക് പാക്ക് ഇടാം. പാക്ക് എന്റെ കൈ തന്നെ ഉണ്ട്. വാ ചായ കുടിക്കാൻ അപ്പൊ പോവാ, കടയിലോട്ട് പോവാ. എന്നിട്ട് ഞാൻ പിടിക്കാം. താറേ വീഴോന്ന് ഓട്ടാക്ക് കൊടുക്കും. കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. നിങ്ങൾ ആർക്ക് കൊടുക്കണം? അവർക്ക് ഞാനും കൊടുക്കാം. ഞാൻ കമ്മ്യൂണിസ്റ്റിന്, ഞാനും കമ്മ്യൂണിസ്റ്റിന് കൊടുക്കും. ജോയ് കൊള്ളാമോ? ജോയ് അവൻ്റെ എന്തെങ്കിലും പറഞ്ഞാൽ അവനനുസരിച്ച് ഇവിടെ പോണം. ജോജി എവിടുത്തെ ജോജിയാണ്? ജോയ് കമ്മ്യൂണിസ്റ്റിന്റെ ജോയ്. പോസ്റ്റർ ഒട്ടിച്ചേക്കണ ജോയ്. ഞാൻ കണ്ട സ്ഥലത്തങ്ങ് ഉള്ളവനല്ലല്ലേ. ആരും എടുത്ത് അണ്ണാക്കിൽ ഇട്ടിയില്ല. വോട്ട് കഴിച്ചാൽ പട്ടിയൊക്കെ സമം തന്നെ. അവൻ്റെയൊക്കെ കാര്യം കണ്ട എങ്ങനെയാ ഒട്ട് ആരാ ജയിച്ചത് വോട്ട് കഴിഞ്ഞിട്ട് ആര് ജയിച്ചാലും നോക്കാലും നമ്മൾ വിടാനുള്ള പാടുണ്ട്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആർക്ക് കൊടുക്കണമെന്ന് ചിന്തിച്ചു വേണം കൊടുക്കാൻ. ചിന്തിക്കണം എന്തായാലും ഒരു വോട്ട് കൊടുക്കണത്. ചിന്തിക്കണം, ചിന്ത എന്തായാലും പറയും. ഈ ബോയിലേക്ക് എന്തായാലും ആരെങ്കിലും വീട്ടുകാരി അടിച്ചിട്ടു അവരെ ഇളക്കണേണേ. അവര് നിങ്ങളെ ഇളക്കണേണ്. എന്നെ ഇളക്കാൻ ഒരു പറയില്ല, ഒരുത്തരക്ക് ഇളക്കാനും ഇല്ല. ഞാൻ ഇളവണെങ്കിലേ ഇളവും. അത്രേ ഉള്ളൂ. നിങ്ങൾ ഇളവൂല, അതാണ് അവരെ കുഴപ്പം. എടുത്തിട്ട് പോളാം മയിലേ. കണ്ട നിങ്ങളേന്ന് പറഞ്ഞ കണ്ട പോണോ നിങ്ങളെ ഇവിടത്തെ ചായ കുടിക്കണ കൊള്ളാമോ? പിന്നെ പറയും വിശേഷങ്ങൾ. എനിക്ക് എന്തേലും ഒരു വിശേഷവും ഇല്ല. ഞാൻ പാസം തികഞ്ഞിരിക്കണില്ല. പേറ് വന്നതെന്നു എനിക്ക് അറിയേണ്ട കാര്യവും ഇല്ല. എനിക്ക് ഒരു വിശേഷമില്ല. എൻ്റെ മക്കൾ മാസം തികഞ്ഞിരിക്കണില്ല. എങ്കിലൊക്കെ അല്ലേ അതൊക്കെ അല്ലേ വിശേഷങ്ങൾ. എനിക്ക് ഞാൻ വയസ്സായില്ലേ. ഞാൻ ഇനി വലുതായിട്ട് എന്തേലും അറിയണം. ഞാൻ അങ്ങോട്ട് പോകാൻ ഞാനാണ് ഏറ്റവും മൂത്തത്. എനിക്കതേ അറിയാം. നിങ്ങൾക്ക് ഇവരെയൊക്കെ നല്ലോണം പഠിപ്പിച്ചുകൂടായിരുന്നു? എന്ത് അവരെന്ത് എങ്ങനെയാണ് ഇനി എന്തേലും പഠിപ്പിക്കട്ടെ. പണത്തിന് വരെ കാണിച്ച് അവർക്ക് പഠിപ്പിക്കണത്. നിങ്ങൾ കുറച്ച് വിവരമൊക്കെ പഠിപ്പിച്ചെടുത്തു. അവത്തക്കുള്ള വിവരം അവത്തക്കുണ്ട്. എനിക്കുള്ള വിവരം ഉണ്ട്. എനിക്കുണ്ട്. ഉണ്ടരവനെ പോകണിച്ച് നീ ചുണ്ടാമ്പ് കരണം കൊണ്ട് വെച്ചോണ്ടിരിക്കാതെ. എനിക്ക് ഇതെന്നും പറഞ്ഞ് എനിക്കൊരു പേടിയില്ല. നമ്മൾ ഇന്നാളെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇവിടെ ഒന്നും പുറത്തിറങ്ങുമ്പോ വേറെ
ഈ നാട്ടുകാരെ കുറിച്ച് എന്താണെന്ന് പറയാനുള്ളത്? എനിക്ക് നാട്ടുകാരെ കുറിച്ച്, നാട്ടുകാരെ വീട്ടിലല്ല ഞാൻ കഴിയുന്നത്, ഞാൻ എൻ്റെ വീട്ടിലാണ് കഴിക്കുന്നത്. എനിക്ക് നാട്ടുകാരെ കുറിച്ച് ഒരു മൈലും പറയാനില്ല. കൊണ്ടുപോകും എൻ്റെ മൈല്. എനിക്കങ്ങനെ അറിയാം, അവിടെ പല വിശേഷവും പാടും. ചിലപ്പോൾ അവിടെ അടിപിടി അക്രമമായിരിക്കും, ചിലപ്പോൾ വേറെ വല്ല വിശേഷമായിരിക്കും. ആ വിശേഷങ്ങളൊന്നും നോക്കാൻ എന്നെ കിട്ടൂല. എൻ്റെ വീട്ടിലെ കാര്യം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടാ മൈലെ. എന്റെ വീട്ടിൽ യാതൊരു വിശേഷം ഞാൻ ഇറങ്ങോളമില്ല. ഇനി അങ്ങോട്ട് കാലം ചെല്ലപ്പോഴേ അറിയാവൂ. ഇങ്ങനെയല്ലേ പറയണത്. നാട്ടുകാരെ വീട്ടിൽ എന്തൊരു വിശേഷം. ഞാൻ നാട്ടുകാരെ വീട്ടിലല്ല കഴിയണം, എൻ്റെ വീട്ടിലാണ് ഞാൻ കഴിയണം. ആ പതിയെട്ട് വളക്കി കേട്ടാലും ചിരിവില്ലല്ലടാ മൈരി കേൾക്കാൻ. നിനക്ക് 3 രോമം വച്ചോട്ട് നടക്കുന്ന മാനം കെട്ട ഉണ്ടാക്കി ചേർക്കാം. അതാരെന്നെ ഒരു പെണ്ണൊരു പയ്യൻ്റെ കൂടെ പോയത്? അത് പയ്യന്മാർ പെണ്ണിൻ്റെ കൂടെ തന്നെ പോണത്, പെണ്ണ് പയ്യന്മാരുടെ തന്നെ പോണത്. അതൊരു പുതുമയില്ലല്ലോ. ലോകം ഇപ്പൊ നാറി നട്ടം തിരിച്ച് കിടക്കുകയല്ലേ. അതെന്തായാലും ഒരു ആണൊരു പെണ്ണോടെ പോണത് അതെന്തായാലും അത്രയ്ക്ക് പറയായി. കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ്, കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങൾ ആളുകൾ പോണത് ആ പിള്ളേരും സുഹൃത്തുക്കളായിരിക്കും. സുഹൃത്തുക്കൾ എന്തെല്ലാം ഇളവാവട്ടെ, മരുന്നുകൾ പോയൊഴിഞ്ഞ അതാണ് നല്ലത്. ചായ കുടിച്ചു. ചായ പൂഞ്ചാത്തട്ടല്ലേ വന്നത്. നിന്റെ പരിധിയുണ്ടോ എനിക്ക് ചായ പൂമ്പ മൈലേ? ഈ ചെറുക്കനൊക്കെ ഇത് പിടിച്ചപ്പോ ഇങ്ങോട്ട് വരെല്ലാം തന്നെ പറഞ്ഞു കേൾക്കണത്. പിടിക്കല്ലേ അവരാരെ പിടിച്ച്? ഇവർക്ക് ഈ ഭ്രാന്ത് വട്ട്. അവരെ മക്കളെ പിടിച്ചോളാം. എനിക്ക് ഇവിടെ കപ്പലിന്റെ വിട്ടായി ഉണ്ടാ ഇട്ടുക്കണ് വയ്ക്കണ്. അവന് ഭ്രാന്തില്ല. പിന്നെ ഇവരെ കപ്പലിന്റെ കൊള്ളാമോ? എന്താ അറിയാത്തത്? മലയുടെ പപ്പിച്ച മരിച്ചല്ലേ? ഇന്നലെ 2 ദിവസം വയ്യാതെ നടന്നു. ഒക്കെ മരിക്കണവര് പാറ്റുള്ളൂ. ഏതാ ഒരു ചിറ്റലെല്ലാം ഇങ്ങോട്ടടിക്കും, നിങ്ങളെ തലയടിച്ചു കൊല്ല. അങ്ങനെ വെച്ചാൽ ദോഷമില്ല. പറയും, അങ്ങനെ പറയും, കാര്യങ്ങൾ പറയും, കേക്കട്ടെ. ഇന്ത്യയിൽ പറയാതിരിക്കണേ. നമ്മക്ക് തരൂല. ഇവനൊക്കെ കൊടുത്താൽ തിരിച്ചു കൊത്തും. നിങ്ങളെ വീഡിയോ എടുക്കണത് നിങ്ങൾക്ക് ഇഷ്ടം തന്നെ? ഇവിടെ നമ്മുടെ നാട്ടിൽ കുറച്ച് പേര് നിങ്ങളെ വീഡിയോ എടുക്കണ ഇഷ്ടമല്ല. നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ നിങ്ങളെ വീഡിയോ എടുക്കണേ? എന്തിനാ വീഡിയോ എടുക്കാൻ എടുക്കണ്ട? എന്ത് കുടിക്കണമെന്ന് ആൾക്കാർ ചോദിക്കണം. കുടിക്കണ കണ്ണി കുഴിവാ കണ്ടൂടെ?